ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനി തൻ്റെ സംശയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുചീന്ദ്രത്ത് വെച്ചിട്ട് ഇത്രയധികം അടുത്ത് പെരുമാറിയ രണ്ടാൾക്കാർ ഇവിടെ വന്നപ്പോൾ എന്താ ഇരിപ്പുവശം മാറിപ്പോയത്, അതിനെന്തോ പ്രത്യേക കാരണം ഉണ്ടെന്നൊക്കെ പറയുകയാണേ. അന്നേരം വിനായകൻ ചോദിക്കുന്നുണ്ട്, എന്ത് കാരണം? ഞാൻ പറഞ്ഞില്ലേ, എന്തോ ഒരു പ്രശ്നം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇവിടെ നിന്ന് അമ്പലത്തിലേക്ക് നമ്മൾ പോയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിന്ന് ആരോ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. അന്ന് സുചീന്ദ്രത്ത് വെച്ചിട്ട് ആ മലയുടെ മുകളിൽ നിന്ന് എന്നെ ആരോ തള്ളിടാൻ നോക്കിയില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളാരും വിശ്വസിച്ചില്ലല്ലോ. അപ്പോൾ പിന്നെ എടി മണ്ടി, നിന്നെ തള്ളിടാൻ വന്നത് ആരും വന്നതല്ല. നീ നിന്നിരുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഞാനുണ്ടായിരുന്നു. നിൻ്റെ ഒച്ച കേട്ട് ഞാൻ മുകളിലേക്ക് നോക്കിയ സമയത്ത് നിൻ്റെ പിന്നിലോ ആ ഭാഗത്തൊന്നും ഒരു മനുഷ്യരും ഉണ്ടായില്ല. അപ്പോൾ പിന്നെ എന്നെ തട്ടിയിട്ട് താരാ നിൻ്റെ അച്ഛൻ്റെ പ്രേതം എല്ലാവരും പിന്നെ ആര് ഇതേ മനുഷ്യ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് എന്നാൽ പോട്ടെ, അത് വിട്. അല്ലാതെ തന്നെ നമുക്ക് കുറേ കാരണങ്ങളുണ്ടല്ലോ. വേദ ഇവിടെ വന്നതിന് ശേഷം അച്ഛൻ്റെ കാര്യത്തിൽ കുറച്ച് എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞിട്ടോ. എന്ത് സംശയം? അതല്ല, അച്ഛൻ്റെ ഈ തിരോധാനത്തിന് പിന്നിലെ വേദയുണ്ടോ എന്ന് എനിക്കൊരു സംശയം. വേദേ അതെങ്ങനെ എന്ന് ചോദിക്കാൻ കേട്ടോ വിനായകൻ. അതല്ല, ഇനിയിപ്പോൾ അച്ഛൻ്റെ ഈ പോക്കും വരവും ഒക്കെ അവൾ അറിഞ്ഞുകൊണ്ടാണെങ്കിലോ? എന്ന് വെച്ചാൽ അച്ഛനെ ഈ തട്ടിക്കൊണ്ടുപോയത് അവളാണെന്നോ? അവൾ അറിഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് സംഭവിച്ചത്. എന്തൊക്കെയാടി മണ്ടി നീ വിളിച്ച് പോകുന്നത്? നിനക്ക് കുശുമ്പ് മുതുമുത്ത് വെളിവില്ലാണ്ടായോ? ഭ്രാന്തായി പോയോ? നിൻ്റെ തലവില്ല വെണ്ണീറിൽ കൊണ്ട് താഴ്ത്ത് എന്നൊക്കെ വിനായകൻ പറയുകയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പറയും എന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ഇക്കാര്യത്തിലൊക്കെ അവൾക്ക് പങ്കുണ്ടെന്ന്. എടി, ഇവിടെ എത്ര അധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ അവൾ വരുത്തി വെച്ചതാണെന്നാണോ പറയുന്നത്? അതെ, ഇവിടെ വിക്രം ജയിലിൽ പോയതും അറസ്റ്റിലായതൊക്കെ അവൾ കാരണമായിരിക്കും. അപ്പോൾ അവൾ തന്നെയല്ലേ ഇവിടെ നിന്ന് അവനെ രക്ഷിച്ചുകൊണ്ട് വന്നിരുന്നത്. അതൊക്കെ വിശ്വാസ്യത നേടാൻ വേണ്ടിയിട്ടാണ്. എടി പൊട്ടിക്കാളി, അവൾ ഈ വീടിൻ്റെ ഉള്ളിൽ കിടന്നത് വെന്ത് ചാവാൻ പോയത് നീ അറിഞ്ഞില്ലേ? അതും അവൾ വരുത്തിയതാണോ? അത് അപ്പോൾ പിന്നെ നന്ദിനി ഒന്നും പറയുന്നില്ല കേട്ടോ. എടി, നിനക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. പക്ഷേ ഇത് നീ വേറെ ആരോടും പറയണ്ട കേട്ടാ എന്ന് പറഞ്ഞിട്ട് വിനായകൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ശങ്കരനാരായണനും അതുപോലെ തീറ്റൊക്കെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, വേദ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവൾ മുറി തന്നെയാണ്, മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്ന് പറയും. അവളോട് കഴിക്കാൻ വരാൻ പറയുമെന്ന് പറയും കേട്ടോ. അപ്പോൾ ദീപ്തി എഴുന്നേറ്റ് പോവുകയാണ് കേട്ടോ കഴിക്കാൻ വിളിക്കാനായിട്ട്. അപ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, അതെ, അവൾ ഇവിടെ നിന്ന് പോയ പോലെ തന്നെ തിരിച്ചു വന്നു. എന്തിനാണ് വന്നതെന്നുള്ളതൊന്നും അവളോട് ഇപ്പോൾ ആരും ചോദിക്കാൻ നിൽക്കണ്ട. പിന്നെ അത് മാത്രമല്ല, അവളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കുത്തിയുള്ള വർത്തമാനങ്ങളും ചോദ്യങ്ങളൊന്നും വേണ്ടാന്ന് വർഷന നോക്കിയിട്ട് പറയുകയാണേ. അതിനുശേഷം ദീപ്തി മുറിലേക്ക് ചെല്ലാണ്. ചേച്ചി കഴിക്കാറായില്ലേ? ഇല്ല ദീപ്തി എന്ന് പറയാം കേട്ടോ. അതെന്താ, വിശക്കുന്നില്ലേ? ഇല്ല, എനിക്ക് വിശപ്പില്ല. അവരോട് ഞാൻ എന്താ പറയേണ്ടത്? അവരോട് കഴിച്ചോളാൻ പറയും കേട്ടോ. അങ്ങനെ ദീപ്തി താഴേക്ക് വിളിച്ച് പറയുകയാണ്, അമ്മേ ചേച്ചിക്ക് ഇപ്പോൾ വേണ്ട, കഴിക്കുന്നില്ല എന്ന്. അപ്പോൾ അതിനുശേഷം ദീപ്തി വന്നിട്ട് പറയും, സാറില്ല, അവർ കഴിക്കട്ടെ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വേണ്ട മോളെ, നീ കഴിച്ചോ, എനിക്ക് വിശപ്പില്ല. ചേച്ചി എന്താ പട്ടിണി എടുക്കാൻ പോകാണോ ചോദിക്കുകയാണേ. അതൊന്നുമല്ല ചേച്ചി എന്താ പ്രശ്നം? ആക്ച്വലി എന്താ പ്രശ്നം എന്ന് എന്നോട് തുറന്നു പറയും ചേച്ചി. എന്താ നിനക്ക് അറിയേണ്ടതെന്ന് ദീപ്തിയോട് വേദ ചോദിക്കുകയാണേ. വിക്രം ചേട്ടനായിട്ട് പിണങ്ങിയിട്ടാണോ ചേച്ചി പോകുന്നത്? അല്ല, ഞാൻ അങ്ങനെ പിണങ്ങി പോകുന്നതല്ല. പിന്നെ ആ വീട്ടുകാരെ ആയിട്ടാണോ? ആ വീട്ടുകാർ ചേച്ചിനെ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിച്ചോ? അവരെക്കുറിച്ചൊന്നും എനിക്ക് അറിയാഞ്ഞിട്ടാ നീ ഇങ്ങനെ ചോദിക്കുന്നത്. പിന്നെ എന്താ ചേച്ചിയുടെ പ്രശ്നം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, പ്രശ്നമില്ലാതെ ഞാൻ വരില്ലല്ലോ, പക്ഷേ അതൊന്നും പറയാറായിട്ടില്ല. ഇപ്പം ഞാൻ തുറന്ന് പറയുന്നില്ല, അതൊന്നും ദീപ്തിനോട് പറയുകയാണ്. എന്നിട്ട് ദീപ്തി പറയുന്നുണ്ട്, ചേച്ചി എൻ്റെയും വരുണിൻ്റെയും കാര്യത്തിൽ ചേച്ചിയും വിക്രം ചേട്ടനും ഒരു സപ്പോർട്ട് ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇതിപ്പോൾ അതും ഇല്ലാതായി. അപ്പോൾ പറയുന്നുണ്ട്, നിൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കാം, ആ കാര്യം ആലോചിച്ച് നിനക്ക് പേടിക്കേണ്ട. പക്ഷെ അതിനുള്ള വോയിസ് ഇപ്പോൾ ചേച്ചിക്ക് ഉണ്ടോ? അവർ പറയാ ചേച്ചിയുടെ പോലെ പോകും എൻ്റെ ജീവിതം എന്നായിരിക്കും അവർ പറയാൻ പോകുന്നത്, അച്ഛനും ചേട്ടനും. അപ്പോൾ പിന്നെ ചേച്ചി എതിർത്തിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ ഞാനതിന് വിക്രമായിട്ട് പിണങ്ങി പിരിഞ്ഞ് പോകുന്നതൊന്നും അല്ലല്ലോ എന്ന് പറയാണ്. ആണോ, പിണങ്ങി പോകുന്നതല്ല അല്ലേ എന്ന് ചോദിക്കുന്നു. ഒരിക്കലും അല്ല, വിക്രമായിട്ട് ഞാൻ എന്തിനാണ് പിണങ്ങുന്നത്? നീ അതേക്കുറിച്ചാണോ ആലോചിക്ക്, ടെൻഷൻ അടിക്കേണ്ട, നീ പോയി കിടന്നുറങ്ങ് എന്ന് പറഞ്ഞ് ദീപ്തിനെ പറഞ്ഞയക്കി. അതിനുശേഷം കാണിക്കുന്നത് മാഷ് ഇങ്ങനെ കമലാമ്മയുടെ അടുത്ത് വരുമ്പോൾ കമലാമ്മ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം കമലാമ്മനോട് മാഷ് ചോദിക്കുന്നുണ്ട്, നിൻ്റെ അറിവോട് കൂടിയിട്ടാണല്ലേ വേദം ഇവിടുന്ന് പോയതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, എന്നോട് അവൾ പറഞ്ഞിരുന്നു പോകണം എന്നുള്ള കാര്യം. അപ്പോൾ മാഷ് പറയുകയാണ്, ശ്രീനിവാസിൻ്റെ ആ ഒരു കാര്യം പറഞ്ഞിട്ട് വേദം ഒരിക്കലും ഇവിടുന്ന് പോകില്ല എന്ന് പറയുകയാണ്. അന്നേരം കമലാമ്മ പറയും, പിന്നെ എന്താ കാരണം എന്ന് ചോദിക്കുകയാണ്.
അത് എനിക്കറിയില്ല, അത് നമുക്ക് അറിഞ്ഞേ പറ്റൂ എന്നൊക്കെ പറയാണ്. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, ഇവിടെ എന്നോട് അവൾ കിട്ടുന്നവരെ തലേദിവസം രാത്രിയാണ് അവൾ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഞാനിവിടെ നിന്ന് പോകുകയാണ് അമ്മേ, ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ വിക്രം മലയ്ക്ക് പോയി വരുന്നത് വരെ ഇതാരോടും പറയരുതെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിത് ആരോട് പറയാഞ്ഞതെന്ന് ചോദിക്കുകയാണ്. പറയാൻ കേട്ടോ മാഷോട്. അപ്പോൾ മാഷ് പറയുകയാണെ, എന്തോ അതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് കമല, അതല്ലാതെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. അപ്പോൾ എന്തായാലും വിക്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സ് വേദനിച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് മാഷെ ഞാൻ ആ സമയത്തൊന്നും നിങ്ങളോട് ആരോടും ഇത് തുറന്ന് പറയാതെ ഇരുന്നിരുന്നത് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ മാഷ് കമലാമ്മയോട് ചോദിക്കണം, ഞാൻ ഇവിടുന്ന് പോയ സമയത്ത് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ കമല? എന്ത് പ്രശ്നം? ഞാൻ സുചീന്ദ്രത്ത് വെച്ച് കാണാതായൊരു സമയം വരെയുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്കറിയുള്ളൂ. ഞാൻ ഇവിടെ വരെ എത്തിയുള്ള ഓർമ്മ പോലും എനിക്കില്ല. ആ സമയത്ത് ഈ വീട്ടിൽ എന്തെങ്കിലും നടന്നിരുന്നു എന്ന് ചോദിക്കുകയാണേ. അന്നേരം കമലാമ്മ ഇവിടെ എന്ത് നടക്കാൻ, മാഷ കാണാതെ ഓരോ നിമിഷം നീറി ജീവിക്കുകയായിരുന്നു ഞങ്ങൾ. അതിൻ്റെ ഉള്ളിൽ ഇവിടെ എന്ത് നടക്കാൻ? പക്ഷേ ആ കുട്ടിക്ക് ഉറപ്പായിരുന്നു മാഷ് വരുന്നുള്ള കാര്യം. ആ കുട്ടി എന്നോടത് പറയുകയും ചെയ്തു. അങ്ങനെ പറയാൻ അവളെന്താ കാരണം? ഞാൻ തിരിച്ചു വരുന്നു, അവൾക്ക് എന്താ ഉറപ്പ്? അപ്പോൾ അത് ചിലപ്പോൾ അവളുടെ വിശ്വാസമായിരിക്കും മാഷേ, അതല്ലെങ്കിൽ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതായിരിക്കും എന്നൊക്കെ പറയാം കേട്ടോ. എന്തായാലും ഞാനിവിടെ എത്തിയത് ശേഷമാണ് അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അതായിരിക്കും കാരണം എന്ന് പറയുമ്പോൾ കമലാമ്മക്ക് ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മൾ വേദയാണെന്നുണ്ടെങ്കിൽ വിക്രമമായിട്ടുള്ള പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ പത്മ വരികയാണ് കേട്ടോ. പത്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്തെങ്കിലും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതെ, നിന്നോടൊന്നും ചോദിക്കേണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ ഒന്നും ചോദിക്കുന്നൊന്നുമില്ല. എന്തായാലും നീ ഇങ്ങനെ പട്ടിണി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാ പട്ടിണി എടുക്കുന്നത്? ഭക്ഷണം കഴിക്കാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ആ സമയത്ത് വർഷം അവിടേക്ക് ഭക്ഷണവും കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതേ ആ ഭക്ഷണം അവിടെ വെച്ചോ എന്ന് പറയും കേട്ടോ. അപ്പോൾ വർഷ ആ ഭക്ഷണം അവിടെ വയ്ക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിനക്ക് വിശക്കുമ്പോൾ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് കഴിച്ചോ, പട്ടിണി ഇരിക്കരുതെന്ന് പറഞ്ഞു കേട്ടോ. അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകാണ്. പേദയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാനൊന്നും എഴുന്നേൽക്കുന്നില്ല, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം വരുന്നതാണ് കേട്ടോ. വിക്രം കാറിൽ വന്നിറങ്ങുകയാണ്. അങ്ങനെ കൂടെയുള്ളവർക്കൊക്കെ ഷേക്കൻ്റെ ഒക്കെ കൊടുത്ത് അകത്തേക്ക് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് വേഗം ഓടിച്ചാടി കയറി വരികയാണ്. അന്നേരം ശ്രീജ വിക്രമിനെ കണ്ട വഴിക്കുന്ന പെട്ടെന്ന് ഒരു വിഷമമൊക്കെ തോന്നുകയാണ്. അമ്മേ ദേ വിക്രം വന്നു എന്ന് വിളിച്ച് പറയുകയാണ്. അപ്പോഴേക്കും കമലാമ്മ വരികയാണ്. അമ്മേ എന്ന് പറഞ്ഞിട്ട് വരികയാണ് വേഗം തന്നെ. അതേ മലയിലത്തെ പായസവും അപ്പം അല്ലാതെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ വിക്രം. അപ്പോൾ മാഷും വരികയാണ് കേട്ടോ. അപ്പോൾ മാല ഊരിയെന്ന് ചോദിക്കുമ്പോൾ മാല ഞാൻ അമ്പലത്തിൽ തന്നെ വെച്ച് ഊരി വെച്ചാ എന്ന് പറയും കേട്ടോ. അപ്പോൾ നീ പോയി കുളിക്ക്, മീനും ഇറച്ചിയും എല്ലാം വെച്ച് വെച്ചിട്ടുണ്ടെന്നൊക്കെ കമലാമ്മ പറയുകയാണെ. അതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദ എവിടെ? വേദ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല, പരസ്പരം മുഖാമുഖം നോക്കുകയാണ് കേട്ടോ. എന്തായാലും ഞാൻ അവളോട് പറയാം, ഇത് ഞാൻ ഒരു സന്തോഷമുള്ള കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനുശേഷം കുളിക്കുകയൊക്കെ ചെയ്യാമെന്ന് പറയാം കേട്ടോ. അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും പരാതിയായിരുന്നല്ലോ ശ്രീനിവാസനായിട്ടുള്ള ഞാൻ ബന്ധം അവസാനിപ്പിക്കണമെന്ന്, അത് അവസാനിപ്പിച്ചു ഞാൻ എന്ന് പറയാം കേട്ടോ. ഈ ഒരു ഇലക്ഷൻ്റെ പ്രചരണത്തിന് മാത്രമേ, ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ മാത്രമേ ഞാൻ ശ്രീനി സാറിൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ. അത് ഞാൻ ശ്രീനി സാറിനോട് കയറി പറഞ്ഞിട്ടാണ് വരുന്നത്. ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ശ്രീനി സാറിൻ്റെ കൂടെ ഉണ്ടാവില്ല, നല്ലൊരു ഫ്രണ്ടായിരിക്കുന്നു മാത്രം, അത്രയേ ഉള്ളൂ എന്ന് പറയാം കേട്ടോ. അപ്പോൾ കമലാമ്മ ചോദിക്കണം, ഇനിയിപ്പോൾ ശ്രീനി സാറിനായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല? ഇല്ല അമ്മേ, ഒരു ബന്ധം ഉണ്ടാവില്ല എന്നൊക്കെ പറയുകയാണേ. അന്നേരം ശ്രീജ ചോദിക്കുകയാണ്, ഈ തീരുമാനം നിനക്ക് മലയ്ക്ക് പോകുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞുകൂടായിരുന്നു എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ വിക്രമിനൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അന്നേരം വേദമല്ല വിക്രം പറയാണ്, വേദ മലയ്ക്ക് പോകുന്നതിന് 2 ദിവസം മുമ്പ് തുടങ്ങിയതാണ് മുഖം വീർപ്പിക്കലും പിണക്കവും ഒക്കെ ശ്രീനി സാറിനായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട്. എന്തായാലും അതങ്ങോട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നന്ദിനി പറയും, ആഹാ വന്ന് നീ നിൻ്റെ ഭാര്യ പറയുന്നതൊക്കെ അനുസരിച്ച് തുടങ്ങിയെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ നമുക്ക് വേണ്ടി രാവും പകലില്ലാതെ ഒരാൾ ബുദ്ധിമുട്ടിയും ഒരുപാട് കാര്യങ്ങൾ സഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ നന്ദിനി അടുത്തി? ആണോ? ആ ചിന്ത ഇങ്ങോട്ട് തിരിച്ചുണ്ടാവണമല്ലോ എന്ന് നന്ദിനി പറയാണ്. എന്താ നന്ദിനി അടുത്ത് അങ്ങനെ പറഞ്ഞത്? അല്ല, നിൻ്റെ ഭാര്യയ്ക്ക് പെട്ടിൻ്റെ ഇടയ്ക്കൊക്കെ എടുത്ത് പോയി എന്ന് പറഞ്ഞതാ. പോയോ? എങ്ങോട്ട്? അവൾ വന്ന പോലെ തന്നെ പോയി എന്ന് പറയാൻ കേട്ടോ നന്ദിനി. അപ്പോൾ വേറെ ആരും മിണ്ടുന്നില്ല കേട്ടോ.
അപ്പോൾ നിനക്ക് പറഞ്ഞത് വിശ്വാസം വന്നില്ലെങ്കിലേ നീ നിൻ്റെ റൂമിൽ പോയി നോക്കൂ, ചിലപ്പോൾ നിനക്ക് ഒരു വിട പറയലിൻ്റെ എഴുത്തെങ്ങാനും എഴുതി വെച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയാണ് കേട്ടോ. അന്നേരം മാഷ്ക്ക് ദേഷ്യം വരികയാണ്. മാഷ് പറയാണ്, നന്ദിനി നീ ഒന്നും മിണ്ടാതെ നിൽക്കണ്ടോ, കുറേ നാളായി നിൻ്റെ ഏഷണി തുടങ്ങിയിട്ട്, മേലിങ്ങനെ ഏഷണി പറയുന്നത് ഞാൻ കേട്ടു പോകരുത് കേട്ടോ, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് മാഷ് നന്ദിനിനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ വിക്രമാണെന്നുണ്ടെങ്കിൽ അമ്മേ എന്താ അത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ നന്ദിനി പറയുന്നത് കേട്ടിട്ട് വിക്രമിന് കാര്യങ്ങൾ മനസ്സിലായിട്ടോ, വേദ പോയി എന്നുള്ള കാര്യം. അപ്പോൾ നമ്മളെ മാഷ് പറയുന്നുണ്ട്, നന്ദിനി പറഞ്ഞത് സത്യം തന്നെയാണ്, വേദ പോയി എന്നുള്ളത് സത്യം തന്നെയാണെന്ന് വിക്രമിനോട് തുറന്ന് പറയുമ്പോൾ വിക്രം ഇങ്ങനെ ആകെ ഞെട്ടിത്തരച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇന്നത്തെ പ്രമോ ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടില്ല കേട്ടോ, രാത്രി ടി വിയിൽ മാത്രമേ കാണിക്കുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.